ഇന്ദ്രധനുസിന്റെ തൂവൽ കൊഴിയുന്ന തീരങ്ങളും ഇന്ദ്രവല്ലിരി പൂച്ചൂടുന്ന രാവുകളും സ്വർണച്ചാമരം വീശുന്ന സ്വർഗകുമാരികളായ സ്വപ്നങ്ങളെയുമെല്ലാം മലയാളിക്ക് പരിചയപ്പെടുത്തിയ അനശ്വരനായ എഴുത്തുകാരൻ വയലാറിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുന്നു. ഒരു പ്രണയഗാനങ്ങൾ എന്നുള്ള ഫോൾഡർ തുറന്നാൽ 2 പ്രണയഗാനങ്ങൾ ഇഷ്ടപ്പെട്ടത് ആദ്യം പറയൂ. തീർച്ചയായിട്ടും സുകുമാരകലകൾ, സ്വർണ്ണകലകൾ, ഭഗവതി വിഗ്രഹമേ, നിന്റെ പുറങ്കാൽ മൂടും മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പൂക്കൾ, ചിറകുള്ള മുന്തിരിപ്പൂക്കൾ. ആരും എഴുതിയിട്ടില്ല അങ്ങനെ ഒരു ഭാവന. എത്ര മനോഹരമാണിത്. മന്ത്രത്തിൽ കുതിർത്തൊരാൾ അണിയിച്ചതോ നിന്റെ ഗന്ധർവൻ കൊണ്ടുവന്ന് തൊടുവിച്ചതോ, മനസ്സിൽ കണ്ടത് മെത്തയിൽ വീഴ്ത്തും ഈ മൃഗമത തിലകങ്ങൾ. മൃഗമത തിലകം തൊട്ടാൽ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുന്നുള്ളൊരു കസ്തൂരിയാണ്. അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഒരു സാധാരണ എഴുത്തുകാരൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു പാട്ടാണത്. ഇനി ഒരു പ്രണയത്തില് നമ്മൾ ഇന്നലെ കാണാത്തൊരു സംഭവം എല്ലാ രചന എഴുതിയേക്കണത് നമ്മൾ കാണുന്നില്ല. പ്രണയം അതില് ശീലായുഗത്തിൽ ചിലകൾക്കെല്ലാം ചിറകുമുളച്ചിരുന്നു, ചിലങ്ക കെട്ടിയ സ്വപ്നങ്ങൾക്കും ചിറകുമുളച്ചിരുന്നു. ശീലായുഗത്തിൽ എന്താ സംഭവം? ഇനി സന്ധ്യമയങ്ങും നേരം, സൂപ്പർ, ഗ്രാമചന്ത നമ്മൾ മനസ്സിലിങ്ങനെ ആ ദൃശ്യം കാണാം. ആ കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ, കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുകളിലൂടെ, തനിച്ചു വരും കാരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം. എത്ര മനോഹരമാണ് അത്. ഈ നമുക്ക് ഫൺ പോലെ അഭിനയിച്ചിട്ടുള്ള പാട്ടുകൾ എടുത്താൽ ഇപ്പം തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി, തുമ്പത്തൂക്കളത്തിൽ തിരുവോണത്തിന് തുമ്പി തുള്ളാണ്ടിരുന്നപ്പോൾ വിളക്ക് കെടുത്ത് നീ ആദ്യമായി വിഷുക്കൈ നീട്ടങ്ങൾ ഓർമ്മയില്ലേ, പ്രണയത്തിന് വിഷുക്കൈ. അങ്ങനെ എഴുതുക എന്ന് പറയുന്നത് അങ്ങനെ എത്ര. ഇപ്പൊ നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ ഒരു വ്യത്യസ്തമായ പാട്ട് പാടിയിട്ടുണ്ട്. പട്ടൻ സാധന്റെ കൂടെ ഒരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. പട്ടൻ സാധനാണ് അത് പാടി അഭിനയിച്ചത്. ശരിക്കും പറഞ്ഞ ഒരു തമാശയായിട്ടാണ് വലിയ പ്രണയം. ചേട്ടൻ എന്തുട്ടാണി പ്രേമമെന്ന് നിനക്കറിയില്ലേ എന്റെ രാധേ പ്രാണനാഥേ, നിന്റെ മന്ദഹാസം കീലുങ്ങുന്ന വൃന്ദാവനത്തിൽ വന്ന് മഞ്ഞുകൊള്ളും എന്നരികിൽ നീ വരില്ലേ. ഈ 2 പാട്ട് പറയും. സൂര്യകാന്ത കൽപ്പടവിൽ അത് പ്രണയത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്ത. ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കൂ. അപ്പൊ അങ്ങനെ കിടക്കുകയാണ് ഈ ആര്യപുത്രന്റെ മടിയില്. ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ട് നീ ശ്രീമംഗലയായി. അവന്റെ നോട്ടം കൊണ്ട് തന്നെ അവള് ശ്രീമംഗല. പൂക്കളുടെ മണമേറ്റ് പുരുഷന്റെ ചൂടേറ്റ് പൂണാര മണിയാറായി. അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് വിളക്ക് തെളിഞ്ഞിരിക്കുന്നു. കാറ്റേ കടലേ കയ്യെത്തുമെങ്കിൽ ആ കൽവിളക്കിന് തിരുവനന്തപുരത്ത് എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ മേല എന്ന് പറയുന്നൊരു സുഖം. സംഗമം അതെല്ലാവരും ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കുന്ന 3 നദികളുടെ കാര്യമാണ് അല്ലേ? അതെ, നമ്മൾ കേട്ടിട്ടുള്ളത്. അതല്ല, ഇത് നീയും ഞാനും നമ്മുടെ പ്രേമം. ആ 3 ത്രിവേണി അതാണ് ത്രിവേണിയിലെ 3 പേര്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 3 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം പോയി, പ്രണയവും അവരും മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ ഓരോ മാംസപുഷ്പവും ഇടയിൽ ഭൂമിയെ ഗംഭീര മഞ്ജു ഭാഷിണി വീണയിൽ വഴങ്ങി. ഇതിനകത്തൊരു വിരഹം നിറഞ്ഞൊരു സങ്കടമുണ്ട്. അതായത് വിരഹ ഭരിതത്തിന്റെ സ്വപ്നസഞ്ചാരി നീ നിന്റെ മനോരഥം സ്വർഗത്തിലെ ഒരു കഥകളി കാണുക. ഉത്സവ പന്തലിൽ ഇന്നലെ കഥകളി രുക്മിണി സ്വയംവരമായിരുന്നു. യഥാർത്ഥ കല്യാണം കൃഷ്ണന്റെ ഭാര്യ. അപ്പോൾ നന്ദകുമാരൻ്റെ വേഷം കണ്ടിട്ട് നിൻമിഴി എന്തിയെ നനഞ്ഞുപോയി. പിന്നെ അപ്പോൾ വൃന്ദാവനത്തിലെ രാധയെ ഞാൻ അന്നേരം ഓർമ്മിച്ചിരുന്നു പോയി. ഒരു കാര്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് രാധയെ കൊണ്ടുവച്ചിരിക്കുന്നു. ഇവർക്ക് 2 പേർക്കും സങ്കടമുണ്ടേ. രുക്മിണിയുടെ സങ്കടം എന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണന്റെ ഭാര്യയായിട്ട് പോലും അങ്ങേരുടെ പേര് പറയുമ്പോൾ എന്നെ ചേർക്കുകയില്ല. രാധയുടെ സങ്കടം എന്താ? എന്റെ പേര് എല്ലായിടത്തും ചേർക്കുള്ളൂ, പക്ഷെ എനിക്ക് കൃഷ്ണന്റെ ഭാര്യയാകാനും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ദുരന്തം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് 2 ഉണ്ടെന്ന് പറയാം. പ്രണയത്തിന്റെ സുഖമുണ്ട്, ഒപ്പം ആ വിരഹത്തിന്റെ ഒരു വിരഹത്തിന്റെ സന്യാസിനി. അല്ല, അതിനേക്കാളപ്പുറം ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ ഒരു പാട്ടുണ്ട്. അത് ചേട്ടന് ഏറ്റവും നിത്യകാമുകി ഞാൻ നിൻമടിയില് ചിത്രപിപഞ്ചികയാകാൻ കൊതിച്ചു
മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. ഇത്ര വിരസം മാത്രമായിട്ടുള്ളൂ. എന്ന് പറയാൻ വന്നപ്പോഴല്ലേ വന്ന എന്ത് രസം. എനിക്ക് ഒരു സംശയം ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് ഈ സന്യാസി എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിലിപ്പോ ശരത്തിനോട് ചോദിക്കാനാണ്. എനിക്ക് അതിന്റെ ഒരു അർത്ഥം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതില് അർത്ഥം ഒരിക്കലും തമ്മിൽ കാണില്ല, ഒരിക്കലും കാണില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോഴും ആലോചിക്കാം. രാത്രി വരുമ്പോ അങ്ങോട്ട് മറ്റോ പോയില്ല. അതിന് ആദ്യം എഴുതിയിരുന്ന വേറെ ആയിരുന്നു, പിന്നെയാണ് അത് മാറ്റിയതല്ലേ. എങ്ങനെ രാത്രി വരുമ്പോ ഇത് പോയില്ലേ, അത് മനസ്സിലായി. അദ്ദേഹം എഴുതുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പ്രേമം ഒരു ഷിഫ്റ്റ് വർക്കായിട്ട് മാറുന്നു. ഒരാൾ വരുമ്പോ അടുത്തയാള് പോകും എന്ന് പറയുന്ന പോലെ ഒരുമിച്ച്. അതുപോലെ നമ്മളെ സുഹൃത്തില്ല, അന്നും എന്റെ ആത്മാവ് നിന്നോട് ചോദിക്കും നിന്നെ ഞാൻ പ്രേമിച്ചിരുന്നു. മന്ത്രിക്കും. ഇതിനോട് രസകരമായൊരു കഥയുണ്ട്. ഞാൻ വല്യമ്മയെ കുറിച്ച് എഴുതിയൊരു കഥ പറഞ്ഞിട്ടുണ്ട്. വല്യമ്മ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ച ആള്, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചില്ല, ഒറ്റയ്ക്ക് സന്യാസിനെ പോലെ കഴിഞ്ഞു. അച്ഛനും ആയിട്ട് മാനസികമായി നല്ല അടുപ്പുണ്ടായിരുന്നു. അമ്മയപ്പം എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയേക്കാൾ കൂടുതൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞത് വല്യമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. ആരും തുറക്കാത്ത പൂമുഖം, അതിലിപ്പോഴും വേറെ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വല്യമ്മ കുറേ മരിച്ചപ്പോൾ ഞാൻ ആ എപ്പിസോഡ് നിർത്തി. കാര്യം ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പോൾ വല്യമ്മയ്ക്ക് സന്തോഷമായി, ഞാൻ നിങ്ങളെ പ്രസവിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ അമ്മയായിട്ട് കാണുന്നുണ്ടല്ലോ എന്നൊരു സാധനം. ഇത് കഴിഞ്ഞ് വല്യമ്മ മരിച്ചപ്പോൾ ഞാൻ ആ പാട്ട് അത് നിർത്തി. ഇനി ഞാൻ നിർത്തി. വല്യമ്മ മരിച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് വീട്ടിൽ ഫോൺ ആരാന്ന് ഇപ്പോഴും അറിയില്ല. ആ സന്യാസിനി മരിച്ചിട്ടില്ല, ശരത്തെ ഇപ്പോഴും ഉണ്ടെന്ന്. ഇതാണോ? പക്ഷേ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം പറയാം. ചേട്ടൻ വല്യമ്മയെ കുറിച്ച് പറഞ്ഞു. ആ അമ്മ കഴിഞ്ഞ 2017 ജനുവരി 15 മരിച്ചത്. അപ്പോൾ ചേട്ടനും ചേച്ചി എന്നെ വിളിച്ചു, നാളെ തറവാട്ടിലെത്തിയിട്ട് അമ്മയുടെ മൃതശരീരത്തിനടുത്തിരുന്നുകൊണ്ട് ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ രാവിലെ 7 മണിക്ക് അവിടെ ചെന്നു. വല്യമ്മേനെ കിടത്തിയിട്ടിരിക്കണു. ഇവിടെ തൊട്ടടുത്ത് ചേട്ടനും അമ്മയൊക്കെ ഇരിക്കണ്. അവിടെ തലയുടെ ഭാഗത്ത് ചമ്രം പഠിച്ചിരിക്കാൻ ചേട്ടൻ പറഞ്ഞു, ഈ പാട്ട് അമ്മയ്ക്ക് വേണ്ടി പാടാൻ പറഞ്ഞു.